ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വരട്ടിയെടുത്ത നല്ല നാടൻ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് 1 കിലോ ബീഫ് ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഹാഫ് കുക്കാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് 4 സവാള ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്. വെളുത്തുള്ളി ഞാൻ തൊലിയോടുകൂടിയാണ് ചതച്ചെടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് 2 പച്ചമുളകും കുറച്ച് തേങ്ങാക്കൊത്തും വേണം. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അത് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിലാണ് ഈ ബീഫൊക്കെ വരട്ടുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് സൺഫ്ലവർ ഓയിലിനെക്കാട്ടിലും. ഇനി അതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരെ ഒന്ന് നമുക്കൊന്ന് വരട്ടിയെടുക്കാം. ഇനി നമുക്കതിലേക്ക് സവാളയും പച്ചമുളകും കൂടെ ചേർത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കാം. നമുക്കതിലേക്ക് കറിവേപ്പിലയും തേങ്ങാക്കൊത്തും കൂടെ ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതേപോലെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1/2 സ്പൂൺ കുരുമുളക് പൊടിയും അതേപോലെ 1/2 സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരെ ഒന്ന് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കതിലേക്ക് നമ്മൾ ഹാഫ് കുക്കാക്കി വെച്ചിരിക്കുന്ന ബീഫും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ ബീഫ് വേവിച്ചപ്പോൾ ഉള്ള വെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നല്ലതുപോലെ തിളയൊക്കെ വന്ന് നല്ല കുക്കായി വരുന്നുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കണം. അതാ അതിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്നും കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് വറ്റി അതാണ്ട് നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം എന്താ ഞാൻ സെർവിങ് പ്ലേറ്റിലിട്ട് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി നാടൻ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വരട്ടിയെടുത്ത ബീഫ് റോസ്റ്റ് റെഡി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇത് നമുക്ക് എളുപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതിനു മുമ്പ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.